സ്വർഗ്ഗപിതാവേ, തിരുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല കുടുംബങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് നൽകുന്ന നന്മയും അനുഗ്രഹവും ഓരോ കുടുംബത്തിനും ഉണ്ടാകേണ്ടതിനായി ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ, മാനസിക സമ്മർദ്ദത്തിലായിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനും സമാധാനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങളവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, പഠിക്കുന്ന എല്ലാ മക്കളെ അങ്ങയുടെ നാമത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മികവിൻ്റെ ആത്മാവിനാൽ യേശുവെ ഓരോ മകനെയും മകളെയും അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠനത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഓർമ്മശക്തി ഇല്ലാത്തവരുണ്ട്, കർത്താവെ ശ്രദ്ധ കിട്ടാത്ത കുഞ്ഞുങ്ങളുണ്ട്. യേശുവെ, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ മക്കളിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നവരെ അനുഗ്രഹിക്കുമ്പോൾ ശാരീരികമായ പ്രയാസങ്ങളിലെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മാനസികമായ പ്രയാസങ്ങളിലെ കടന്നു പോകുന്ന മക്കൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുടെ യാത്രയിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണം. ക്ലാസ് റൂമിലായിരിക്കുമ്പോൾ ദൈവമേ അങ്ങ് അവരെ സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഉന്നതമായ വിജയം എല്ലാവർക്കും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പുതിയ ക്ലാസ് ഉണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വേഗത്തിൽ അവർക്ക് നല്ല അഡ്മിഷൻ ലഭിക്കാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അഡ്മിഷൻ ആവശ്യമായ സാമ്പത്തിക വഴികൾ അങ്ങ് തുറക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ജോലിയിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും
യേശുവിൻ നാമത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരെയും കൈകളിലെ പ്രവൃത്തികളെ അങ്ങ് സാധ്യമാക്കണം. ദൈവിക ഉയർച്ചയും നന്മയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലി നോക്കിപ്പോയവരുണ്ട്, അവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ അവരെ ഓരോരുത്തരെയും അങ്ങ് സഹായത്തിൽ തന്നെ. ആമേൻ. പ്രിയ പിതാവേ, ഇന്നേ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, സ്ത്രീ സമൂഹത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന മാതാവ് മുതൽ ഇപ്പോൾ ജനിച്ച കുഞ്ഞുവരെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കലിരിക്കുന്ന മാതാക്കൾ, വിവിധ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ, തീരാവ്യാധികളാൽ കിടക്കമേലായിപ്പോയവർ, മാനസിക സംഘർഷ നിമിത്തം ഭവനങ്ങളിൽ അടയ്ക്കപ്പെട്ടവർ, ഭവനം വിട്ട് പുറത്തു പോകുന്നവർ, കർത്താവെ, അശരണരെ, ദുഃഖിതരെ, ക്ഷീണിതരെ, ബലഹീനരെ, അനാഥരെ, വിധവമാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ക്രൂശിൽ തികച്ചെടുത്ത സൗഖ്യം അവരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ബലഹീനതയിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് അവരെ നടത്തേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ന് യാത്ര ചെയ്യുന്നവരുടെ യാത്രകൾ ക്ഷേമമാകട്ടെ, അനർത്ഥം കൂടാതെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും എക്സാമിനുമായി പോകുന്ന വ്യക്തികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മികവിൻ്റെ ആത്മാവിനാൽ ഓരോരുത്തരെയും നിറയ്ക്കുമാറാകണം. കരുതലും സംരക്ഷണയും അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ജീവിതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവരുടെ ടെൻഷനെല്ലാം മാറ്റി സമാധാനത്തോടെ അവരുടെ ജോലികൾ ചെയ്തെടുക്കാൻ ദൈവിക പ്രാപ്തിയും ആലോചനയും പരിജ്ഞാനവും നൽകി അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ കരവിരുത് അവർക്ക് നൽകിക്കൊടുത്ത് ഇന്ന് ചെയ്തു തീർക്കേണ്ട സകല കാര്യങ്ങളിലും കൃത്യതയും വേഗതയും നൽകി പരിജ്ഞാനത്തോടെ സകലതും നന്നായി ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആലോചന നൽകിയവരെ പാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവെ, ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകുവാനിടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Lord Jesus, we pray this morning for each of our brothers and sisters, Lord. We just pray, Lord, you shall bless us on this day, Lord. Lord, we pray for our sons and daughters who are going to school, colleges, universities, Lord Jesus. Lord, we pray for divine traveling mercies for each one of them, Lord God. Lord, we pray for the academics, Lord. We pray for the teachers who've been teaching them. We pray for them and for their families, Lord. Bless the students and their families, Lord God, we pray. We pray that each and every need, Lord God, will be met, Lord Jesus. Lord God, we pray for admissions in India, Lord, and abroad, Lord. Lord, we pray for each colleges and university to be blessed also, Lord Jesus. Almighty God, we just pray for ones going for exams on this day. Any pro-metric exams must, any language-based exams, Lord God. With German exams, language exams for B1, B2, A1, A2 exams, Lord God, we pray for the students, Lord. We pray for the results of the exam that's been done yesterday, Lord God. Lord God, we just pray, Lord, for the job interviews, Lord God, is going to happen today. Lord, we pray and we ask, bless each one of our the sons and daughters, Lord, who are going for interviews, Lord. Pray for new opportunities, new ventures open for each one of them, Lord. We pray for jobs, Lord God, people who are on visit visas in the Middle East right now, Lord God. Lord, we pray and we bless them, give them your favor, Lord, we pray. Lord God, we pray for healing from all types of issues in the body, O Lord Jesus. Lord God, we just pray for from healing from all types of addictions, O Lord. Freedom from them, we pray right now, Lord. All this we ask your holy name, pray, amen. കർത്താവെ, ഓരോ വ്യക്തി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ പുരുഷനും സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാവിനായി, പിതാവിനായി, മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാര്യയ്ക്കായി, ഭർത്താവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നിന്ന് ഉറങ്ങാൻ കഴിഞ്ഞവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുഖമായി കിടന്ന് ഉറങ്ങാനുള്ള കൃപ നീ കൊടുക്കണം. സമാധാനമില്ലാത്തവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദിവ്യ സമാധാനത്താൽ അവരെ നിറയ്ക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരിക്കുന്നവർക്ക് വേണ്ടി, ICUവിലായിരിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആക്സിഡൻ്റ് വന്ന് കിടക്കുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു. ആരോഗ്യം കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. സ്ട്രോക്ക് വന്ന് കിടക്കുന്നവരെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു. അനേക നാളുകളായിട്ട് കർത്താവെ 50 ദിവസം 100 ദിവസമൊക്കെ കിടക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനക്കമില്ലാതെ കിടക്കുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ അവരെ ഇപ്പോൾ ഞങ്ങൾ എഴുന്നേൽപ്പിക്കുന്നു. ഇപ്പോൾ സൗഖ്യമാകുന്നു. സകല ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്നു. തടിപ്പുകൾ കണ്ട് ഭാരപ്പെട്ടിരിക്കുന്നവരെ ബയോപ്സി റിസൾട്ട് നോക്കിയിരിക്കുന്നവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുകൂല റിപ്പോർട്ട് അവർക്ക് ലഭിക്കട്ടെ. ലിവർ പേഷ്യൻസിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സൗഖ്യമാകുന്നു. കിഡ്നി രോഗമുള്ളവരെ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകുന്നു. ന്യൂമോണിയ വന്ന് കൂടി നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സൗഖ്യമാകുന്നു. കോവിഡ് വന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ഡെങ്കി ഫീവർ, എലിപ്പനി കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. സകല വൈറസ് ഫീവറിനാൽ ഭാരപ്പെടുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
ഓരോ പിതാവും ഓരോ മാതാവും അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ പുത്രനെയും പുത്രിയെയും അനുഗ്രഹിക്കുന്നു. ഓരോ സഹോദരനെയും സഹോദരിയെയും അനുഗ്രഹിക്കുന്നു. ആകാശത്തിൻ്റെ കീഴിലുള്ള സകല കുടുംബങ്ങളിലും യേശുവെ അവിടുത്തെ നിറവും നന്മയും അനുഗ്രഹത്തെയും ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നു. യേശുവിൻ നാമത്തിൽ ഓരോ രാജ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ സമാധാനം, യുദ്ധങ്ങൾക്ക് പകരം ദൈവത്തിൻ്റെ സമാധാനം, യുദ്ധങ്ങൾക്ക് പകരം ദൈവത്തിൻ്റെ സമാധാനം. യേശുവിൻ നാമത്തിൽ യുദ്ധങ്ങൾ നിർത്തുന്നു. യേശുവിൻ നാമത്തിൽ യുദ്ധങ്ങളെ നിർത്തുന്നു. കർത്താവിൻ്റെ സമാധാനം അവിടുന്ന് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോർഡ്, we cease wars in Jesus' name as it is written in your holy scriptures, oh Father. We pray, Father, that you will intersect and you will intervene into every nation's situation, oh Father God, that there will be no rivalry, there will be no fight, there will be no war, oh Father God. Kartave, instead let the peace that passeth all understanding will prevail in every heart, oh God. ഓരോ ഹൃദയത്തിലും അങ്ങയുടെ സമാധാനവും സന്തോഷവും സൗഖ്യവും വർദ്ധിച്ചു വരട്ടെ. ആകാശത്തിൻ്റെ കീഴിലുള്ള ഓരോ പുത്രന് വേണ്ടി പുത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Father, we pray for every son and every daughter under the sky in Jesus' mighty name. Bless them as we bless them in Jesus' name. Give them promotions, give them high grades, oh Father God, that they will score high marks in their examinations. The favor of God and the favor of man will increase on our children, oh Father. Moreover, Lord, we pray that you will protect them wherever they are. You will surround them, Lord, in your glory, oh Father. We pray, Lord, that you will be a hedge of protection around each child, oh God. കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ പുത്രനും പുത്രിയും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരായിരിക്കുന്നിടത്ത് തിരുതേജസ്സിൽ അവരെ മറയ്ക്കണം. ഓരോരുത്തരും അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നവരായി തീരട്ടെ. അനുഗ്രഹത്താൽ നിറയ്ക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. സാന്ദ്രയ ലോകത്തിൽ എവിടെയായിരുന്നാലും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കിയ പ്രിയങ്കല ശുശ്രൂഷ ഇന്ന് 407 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രിയങ്കല ശുശ്രൂഷയിൽ നമ്മൾ നമുക്കായി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുടുംബമായി മറ്റുള്ളവരോട് കൂടെ ചേർന്ന് മറ്റുള്ളവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത് കോട്ടയം പാലായിൽ നിന്നൊരു സഹോദരി അറിയിച്ച സാക്ഷ്യമാണ്. 5 വയസ്സ് മാത്രം പ്രായമായ മകൾക്ക് ശ്വാസകോശ സംബന്ധമായ ക്യാൻസർ ബാധിച്ച് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഈ മകളുടെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചതും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചതും. പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിയങ്കല ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ച് ലഭിച്ച ഒരു തുള്ളി എണ്ണ ആ മകളുടെ ശരീരത്തിൽ പുരട്ടി ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് പരിപൂർണമായ സൗഖ്യത്തെ വിടുതലിനെ നൽകിയെന്ന് അറിയിച്ചിരിക്കുന്നു. ഇതുപോലെ സൗഖ്യമില്ലാതെ വിഷമിക്കുന്ന അനേകരെ കർത്താവ് സൗഖ്യമാക്കുന്ന സാക്ഷ്യങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിലുള്ളതും ലളിത അറിയിക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്ന് പ്രേംകേളയുടെ കുടുംബയോഗത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രേംകേളയിൽ ചേർന്ന് പ്രാർത്ഥിക്കും. ഇവർക്കുണ്ടായിരുന്ന അസുഖം ബ്ലഡ് ക്യാൻസർ നിമിത്തം ഇവർ വിഷമിച്ചിരുന്നു. ചികിത്സകളൊക്കെ ഒരു വഴിക്കുണ്ട്, പക്ഷേ ഇവരുടെ സ്ഥിതി വഷളായി നിന്നു. ആ സന്ദർഭത്തിൽ പ്രേംകേളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. ഇന്നലെ അവർക്ക് അവിടെ വന്ന് നേരിട്ട് പറഞ്ഞ സാക്ഷ്യം, അസുഖത്തെ കർത്താവ് മാറ്റിക്കൊടുത്തു. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു എത്ര നല്ലവൻ, എത്ര മതിയായവൻ. വലത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് വളരെയധികമായി വിഷമിക്കുക. തലയ്ക്കകത്ത് ട്യൂമറുമുണ്ട്. അപ്പം ആ ട്യൂമർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. അതേ തുടർന്നാണ് കാഴ്ച പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ട്യൂമർ തലച്ചോറിൻ്റെ ഉള്ളിലാണ്. അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗി പൂർണ്ണമായും തളർന്നു പോകും. അപ്പോൾ ഇതൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനിൽ പോകുമ്പോഴാണ് പ്രേംകേളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. കണ്ണിന് കാഴ്ച കിട്ടി. ട്യൂമർ അവിടെ മാറിയിട്ടില്ല, പക്ഷെ കാഴ്ച കിട്ടി. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു എത്ര നല്ലവൻ, എത്ര മതിയായവൻ. ജാനുവരി 26, 2025 മിസ്റ്റർ വർഗീസ് തോമസ് അറിയിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നു 2ാം പ്രാവശ്യം. ഹേംചെറിയൻ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തിൽ ജീവൻ നിലനിർത്തുമ്പോൾ ഡോക്ടേഴ്സ് അറിയിച്ചത് 5% പോലും ഇദ്ദേഹത്തെ കിട്ടില്ല. 3 നേഴ്സസ് ഒന്ന് ചേർന്ന് CPR കൊടുത്തു. അപ്പം രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. അന്നേരം ആ പ്രേംകേളയിലേക്ക് വിളിച്ചിട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെയും ആരും എടുത്തില്ല. അപ്പം സംഭവിച്ചതെന്നറിയോ, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേഴ്സിനകത്ത് പ്രേംകേളയിൽ നിന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ ഓയിലുണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് വെന്റിലേറ്ററിൽ പോയിട്ട് കിടക്കുന്ന രോഗിയുടെ നെറ്റിയിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു തുള്ളി എണ്ണ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു.
കർത്താവ് ചെയ്തത് അന്ന് തന്നെ വെന്റിലേറ്ററിൽ നിന്നും പിറ്റേ ദിവസം തന്നെ വെന്റിലേറ്ററിൽ നിന്നും റൂമിലേക്ക് മാറ്റി. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു, തികഞ്ഞ ആരോഗ്യം, എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ശേഷി. അദ്ദേഹം ഒരു വാക്കിംഗ് മിറക്കിളാണെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചത്. ഈ അച്ചായനെ ചെങ്ങന്നൂർ കുടുംബയോഗത്തിൽ ഞാൻ 17/6/2025 നേരിട്ട് കണ്ടതാണ്. ഈ പകൽ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നിറവും സൗഖ്യവും സമാധാനവും ഉയർച്ചയും ഓരോ വ്യക്തിക്കും വേണ്ടിയാണ് യേശു അത് ലഭ്യമാക്കിയത്. അതെല്ലാവരിലും ഉണ്ടാകട്ടെ. 4, 5, 6 കാരണങ്ങൾ തടസ്സമുണ്ട് എന്ന് ആര് പറഞ്ഞാലും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യേശു നേടിത്തന്ന രക്ഷ, സൗഖ്യം, സമൃദ്ധമായ ജീവൻ അതൊരിക്കലും അത് അന്യപ്പെട്ടു പോകരുത്. ജീവിച്ചിരിക്കുമ്പോൾ അത് സ്വായത്തമാക്കുന്ന ഒരു ധീരശാലിയായി ഓരോ വ്യക്തിയുമാകേണ്ടതിന് നമുക്ക് ബ്രെയിൻകളെ ചേർന്ന് പ്രാർത്ഥിക്കണം. യേശു അത് ചെയ്തു തരുന്നു. തീർച്ചയായിട്ടും സാന്ദ്ര, കാരണം തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്ന യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് ജീവനെയും സമൃദ്ധമായ ജീവനെയും നൽകുവാൻ വേണ്ടിയാണെന്ന് യേശു അരുളി ചെയ്തത്. പ്രത്യേകിച്ച് ഇതുപോലെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐസിയുവിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പല പ്രിയപ്പെട്ടവരെക്കുറിച്ചും ഡോക്ടേഴ്സ് പറഞ്ഞത് തിരികെ ലഭിക്കത്തില്ല, അല്ലെങ്കിൽ അവരെ ഡോക്ടേഴ്സ് കൈവിട്ട് മരണം പ്രതീക്ഷിച്ച് വീട്ടിൽ കിടക്കുന്ന സമയത്തായിരിക്കും വെറുതെ ചാനൽ മാറ്റി വരുമ്പോൾ പ്രേയിങ് കേരള പ്രാർത്ഥനയിൽ അവർ പങ്കെടുക്കുന്നത്. ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. ഇടുക്കിയിൽ നിന്നും ഒരു സഹോദരി അറിയിച്ചത് അച്ഛന് വർഷങ്ങളായിട്ട് അസിഡിറ്റി, ഗ്യാസ് സംബന്ധമായ പ്രയാസം കൊണ്ട് പോകുന്ന സമയത്തായിരുന്നു. അപ്പോൾ തന്നെ ശ്വാസം മുട്ടൽ. ഇത് മാറ്റുവാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റിന് ഇടയിൽ ശ്വാസനാളത്തിൽ, ശ്വാസകോശത്തിനകത്ത് ട്രീറ്റ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ശ്വാസകോശത്തിനൊരു പൊട്ടൽ സംഭവിച്ചു. സാധാരണ വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്തായിരുന്നു ഈ സഹോദരി പ്രേയികയുടെ ഉപവാസ പ്രാർത്ഥനയിൽ കഴിഞ്ഞ ആഴ്ച ഈ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത്. അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് ആ പിതാവിനെ സൗഖ്യമാക്കി സന്തോഷത്തോടെ വീട്ടിൽ വന്നു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി നമ്മളെ അറിയിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരിലും യേശുവിൻ്റെ നിറവ്, പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ, രോഗങ്ങൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ഒത്തിരി വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ സൗഖ്യത്തിനായി നാം ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ നാമത്തിൽ ഓരോ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസിക ദുഃഖത്തിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്കായി ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമില്ലാതെ വിഷമിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ സൗഖ്യമാക്കുന്ന കർത്താവെ. ഐസിയുവിലെ വെന്റിലേറ്ററിലെ ക്രിട്ടിക്കൽ സ്റ്റേജിലെ ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച വ്യക്തികളുണ്ട്, മരിച്ചു പോകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ വ്യക്തികളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ യോഹന്നാൻ 10:10 വായിക്കുന്ന അങ്ങയുടെ സമൃദ്ധമായ ജീവനെ ഞങ്ങൾ അവരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്ന കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവരെ സൗഖ്യമാക്കുന്നു. മാനസിക രോഗത്താൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പല അനർത്ഥങ്ങൾ കർത്താവെ കുടുംബങ്ങളിൽ മാറി മാറി വരുന്നത് നിമിത്തം ഭയത്തിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. മരണങ്ങൾ കർത്താവെ കുടുംബാംഗങ്ങൾ പലരിലും പലവട്ടം സംഭവിക്കുന്ന നിമിത്തം ഭയത്തിലായിരിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അങ്ങ് നൽകുന്ന സമാധാനത്തെ ഞങ്ങൾ ആ ഭവനത്തിലേക്ക്, ആ വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങയുടെ ജീവനെ ഞങ്ങൾ അവരിൽ ഓരോരുത്തരിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് സൗഖ്യമാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, we just pray for healing, health, restoration for each and every person, oh Lord. Lord, we pray for people in hospitals right now, Lord Jesus. People who have been suffering, Lord, who are quite critical, Lord, who are in ICU, Lord God, or on ventilators, oh Lord God. We pray for the little ones in ICU units right now, oh Lord God. Lord, we just pray that you shall heal each and every person, restore the health back right now as we're praying for them. Lord Jesus, we just pray for each and every medical test that's being carried forth today, Lord God. Lord, we just pray for normal reports, Lord. Every biopsy that's been sent, Lord God, will come back, will have a normal report, Lord. We just pray for them, Lord. Lord Jesus, we just pray for patients who are suffering different types of cancer, Lord. Colon cancer, master liver cancers, oh Lord God. Blood cancers, brain cancers, oh Lord God. Lord Jesus, we just pray you shall heal the people from every stages of that, Lord Jesus. Lord God, we pray for the young and elderly who's going posted for today's chemotherapy and radiation, Lord. Lord, we just pray that you shall heal each and every person, oh Lord Jesus. Almighty God, we just pray for sons and daughters, Lord, who are going for medical tests, for visas today, Lord God. We just pray for normal reports for each and every one. We pray for elderly parents who are at home, Lord. Lord, we just pray for good health for each one of them. We bless them in your mighty name, O Lord Jesus. All this we ask your holy name. Pray, man.
പ്രിയ പിതാവേയും വിവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആക്സിഡൻറ്റിനാൽ വിഷമിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടെ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന നിമിത്തം ഭയത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നവർ സ്വതന്ത്രരാകട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മഹാദയ കൊണ്ട് അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുതലും സംരക്ഷണയും നൽകുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പലവിധ പ്രയാസങ്ങളിലൂടെ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ, ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യുവാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ഇന്നൊരു പുതിയ നന്മ അവർ കാണുവാനിടയാകേണ്ടതിന് ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ അവരിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവെ, പനിയും ചുമയും, കർത്താവെ, ശ്വാസം മുട്ടലിനാലും വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ആ കുഞ്ഞുങ്ങളിലേക്ക് കൊണ്ടുവന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബലഹീനതയിൽ താങ്ങുന്ന ദൈവിക സൗഖ്യം ഇപ്പോഴവർക്കുണ്ടാകട്ടെ. സമാധാന പ്രഭു അവരിൽ വസിക്കേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവായ യേശുവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വസിച്ച് അവരെ അനുഗ്രഹിച്ച് അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനിടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Hallelujah, Hosanna, 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 Hallelujah, Hallelujah, സുനുപതരെ തത്സമയം നടക്കുന്ന പ്രാർത്ഥനയിലും ആരാധനയിലും അനേക കുടുംബങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പുറപ്പെട്ടു പോകുന്ന ദൈവശക്തി അനേകരിലേക്ക് എത്തിച്ചേർന്നു. പ്രത്യേകിച്ച് പ്രിയങ്കര ശുശ്രൂഷയിലൂടെ യേശുവിൻ്റെ സ്നേഹത്തെയും ആർദ്രതയും അപ്പോൾ തന്നെ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അനേകർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. പ്രത്യേകിച്ച് പലയിടങ്ങളിലൊക്കെ നമ്മുടെ കുടുംബയോഗങ്ങൾ നടക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് നേരിട്ട് കാണാനും കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നേരിട്ട് കേൾക്കാനും സാധിക്കുന്നു. ഇന്നലെ നമുക്ക് തൃശ്ശൂർ കുടുംബയോഗം ഉണ്ടായിരുന്നല്ലോ. സുനുപത അവിടെ പോയി അനേക കുടുംബങ്ങൾ അവിടെ കടന്നു വന്നു. അവർ പറഞ്ഞ സാക്ഷ്യങ്ങൾ ഇന്നും യേശു ജീവിക്കുന്നു എന്ന് അവരുടെ ജീവിതത്തിൽ കർത്താവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷികൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. അതെ ബ്രദറെ, ഇന്നലെ നമ്മുടെ തൃശ്ശൂർ കുടുംബയോഗത്തിൽ വന്ന അനേകം കുടുംബാംഗങ്ങൾ അവർക്ക് യേശു ചെയ്തു കൊടുത്ത അനേകം സാക്ഷ്യങ്ങൾ ആ പ്രിയപ്പെട്ടവർ അറിയിക്കുന്നത്. അതിനകത്ത് സ്വന്തമായിട്ട് വീട് ലഭിച്ചവരുണ്ട്, ആ പുതിയ വീട്ടിലേക്ക് കയറി താമസിച്ച പ്രിയപ്പെട്ടവരുണ്ട്. ഇന്നലെ അവർ അവിടെ വന്ന് സാക്ഷ്യം അറിയിച്ചു. ഇന്നലെ ഒരു മാള് വിവാഹം കഴിഞ്ഞു. മെയ് 10 വിവാഹമായിരുന്നു. ഇന്നലെ ആ മകൾ അവിടെ കടന്നു
കടന്നു വന്ന് സാക്ഷ്യം അറിയിച്ചു. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ആദ്യമായിട്ട് പ്രേം കേരളയിൽ പങ്കെടുക്കുന്നത്. അന്ന് അവിടെ വരുമ്പോൾ ആ മകളുടെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വിവാഹം ഒത്തിരി നാളായിട്ട് ഇങ്ങനെ നോക്കുന്നൊന്നും നടക്കുന്നില്ല, അത് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു, ചേർന്ന് പ്രാർത്ഥിച്ചു. അപ്പം കഴിഞ്ഞ മെയ് 10 വിവാഹമായിരുന്നു. ഇന്നലെ ആ മകളുടെ കടന്നു വരുവാൻ ഇടയായി. അതുപോലെ രോഗികൾ സൗഖ്യമായ പ്രിയപ്പെട്ടവർ, ക്യാൻസറിൽ നിന്ന് സൗഖ്യമായവർ, മറ്റു രോഗത്തിൽ നിന്നും സൗഖ്യമായ പ്രിയപ്പെട്ടവർ കടന്നു വന്നൊക്കെ അവരുടെ സാക്ഷ്യങ്ങൾ അറിയിച്ചു. ജപ്തി മാറിയ പ്രിയപ്പെട്ടവർ പ്രേം കേരളയിൽ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ജപ്തി മാറിപ്പോയി ആ പ്രിയപ്പെട്ടവർ ഇന്നലെ അവിടെ കടന്നു വരുവാൻ. അതുപോലെ മറ്റ് പല വിഷയങ്ങളിൽ കടന്നുപോയ പ്രിയപ്പെട്ടവർക്ക് വിസ ലഭിച്ച മക്കൾ ഇന്നലെ അവിടെ കടന്നു വന്നു. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് മക്കൾ പോയി എന്ന സാക്ഷ്യമായി മാതാപിതാക്കൾ കടന്നു വന്നു. പ്രേം കേരളയിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് ഏത് വിഷയമാണെങ്കിലും കർത്താവ് അതിന് മറുപടി തരുന്നു. അതിൻ്റെ കാരണം യോഹന്നാൻ 14:14 യേശു ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ അത് നിങ്ങൾക്ക് നൽകി തരും. തീർച്ചയായിട്ടും എത്ര സന്തോഷത്തോടുകൂടിയാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു വന്ന് കർത്താവിനെ അനുഭവിക്കുന്ന ആ സാക്ഷ്യങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. ഇത് നിലമ്പൂരിൽ നിന്നും ഒരു സഹോദരി അറിയിച്ചത്, ഈ മകൾക്ക് 1.5 വർഷമായിട്ട് വിവാഹം നടക്കുന്നില്ല, എല്ലായിടങ്ങളിലും പല തടസ്സങ്ങളിലൂടെ ഒക്കെ പോകുന്ന സമയത്തായിരുന്നു പ്രേം കേരളയിൽ ഈ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത്. സിനുബ്രദർ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് വിവാഹപ്രായമായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മകളുടെ പ്രാർത്ഥനാ വിഷയവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ മകളുടെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടത്തുവാൻ കർത്താവ് സഹായിച്ചു. മാത്രമല്ല 2 വർഷമായിട്ട് യൂറോപ്പിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എല്ലായിടത്തും തടസ്സങ്ങൾ. ആ സമയത്തായിരുന്നു ഈ പ്രാർത്ഥനാ വിഷയം പ്രേംകരുടെ ഉപവാസ പ്രാർത്ഥനയിൽ ചേർന്ന് പ്രാർത്ഥിച്ചത്. ആ വിഷയത്തിൻ്റെ മേലും യേശു പ്രവർത്തിച്ചു. ഇന്ന് ആ കുടുംബം മറ്റുള്ള കുടുംബങ്ങൾക്കും അനുഗ്രഹമാണ്. ഈ കുടുംബം മറ്റുള്ളവർക്ക് പ്രേംകരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, അവർക്കും ഇത് അനുഗ്രഹമായി മാറുന്നു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബങ്ങൾക്കും നന്ദിയും അറിയിച്ചിരിക്കുന്നു. മേരിക്കുട്ടി അമ്മ നമ്മെ അറിയിച്ചത് ഇങ്ങനെയാണ്. അവരുടെ കൊച്ചുമകന് 4 വയസ്സ് പ്രായമാണ്. പക്ഷെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച അങ്ങ് മങ്ങി പോകുക. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ഇവർ ഈ പ്രേം കേരള എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ TV-യിലുണ്ട്, തത്സമയം നടക്കുന്ന പ്രാർത്ഥന. അപ്പോൾ അവർ അതിൽ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവബ്രദർ ആ കുഞ്ഞിൻ്റെ വിഷയം പ്രാർത്ഥനയ്ക്ക് അറിയിക്കുക മാത്രമല്ല അവർ ചെയ്തത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്പം എണ്ണ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാ ദിവസവും ആ മോൻ്റെ നെറ്റിയിൽ തൊട്ട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. ആ മകന് കണ്ണിന് കാഴ്ച തിരികെ ലഭിച്ചു. പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രേം കേരള ശുശ്രൂഷയിൽ അല്പസമയത്തിനകം തന്നെ നമ്മൾ എണ്ണയും വെള്ളവും നമ്മൾ കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ അതിനായിട്ട് തയ്യാറെടുക്കട്ടെ. സിനിമ ഇത് തിരുവനന്തപുരത്ത് കുടുംബയോഗം നടന്നപ്പോൾ ഒരു അമ്മ വന്ന് പറഞ്ഞ സാക്ഷ്യമാണ്. കൊച്ചുമകന് 7 മാസം മുമ്പ് ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ച് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ് കോമാ സ്റ്റേജിൽ 6 ദിവസം വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്തായിരുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന സൗഖ്യം നൽകുന്ന യേശുവിനെക്കുറിച്ച് ഈ ഹോസ്പിറ്റലിൽ വെച്ച് ഈ സഹോദരി അറിയാൻ ഇടയായി തീർന്നത്. പ്രേം കേരളയിൽ ആ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞു, ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. കോമാ സ്റ്റേജിൽ കിടന്ന ആ മകനെ കർത്താവ് സൗഖ്യമാക്കി. തുടർന്നുള്ള ചില ദിവസങ്ങളിൽ തലയ്ക്ക് മന്ദതയുണ്ടായിരുന്നു, മരവിപ്പുണ്ടായിരുന്നു. അത് നിമിത്തം ജോലിക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. ആ പ്രാർത്ഥനാ വിഷയം പ്രേം കേരളയിൽ വിളിച്ചു പറഞ്ഞു. എപ്പോൾ ആ പ്രയാസങ്ങളെല്ലാം മാറി സിനുബ്രദറെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കോമാ സ്റ്റേജിൽ കിടന്ന ആ മകനെ കർത്താവ് സൗഖ്യമാക്കി ഇന്ന് ജോലിക്ക് പോകുന്നു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദിയും അറിയിച്ചിരിക്കുന്നു. ഇത് ബിന്ദു നമ്മെ അറിയിച്ചത് അവരുടെ അയൽവാസി സീരിയസ് സ്റ്റേജിൽ, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലായിരിക്കും, രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇവർ അറിഞ്ഞപ്പോൾ ഇവർ ചെയ്ത കാര്യം പ്രേം കേരളയിലേക്ക് ആ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. നമുക്കറിയാം ഒരു പ്രാർത്ഥനാ വിഷയം പ്രേം കേരളയിലേക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് പറഞ്ഞാലും വാട്സപ്പിൽ വന്നാലും ഇമെയിലൂടെ വന്നാലും കുടുംബയോഗങ്ങളിൽ നേരിട്ട് വന്നാലും കത്തുകളിലൂടെ വന്നാലും എല്ലാം നമ്മൾ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയെടുത്ത് നമ്മുടെ ഈ ഓൾട്ടറിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് അയൽവാസിയെ യേശു സൗഖ്യമാക്കി. ഇന്ന് അവർ തികഞ്ഞ സൗഖ്യത്തോടെയും ആരോഗ്യത്തോടും കൂടെ അവരുടെ ഭവനത്തിലായിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി ഇവർ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ലഭിച്ച പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഈ ഓൾട്ടറിൽ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ അറിയിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഈ കുടുംബങ്ങളെല്ലാം നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നന്മയ്ക്ക് വേണ്ടിയുള്ള അടയാളങ്ങളെ കർത്താവ് ചെയ്യട്ടെ. അപ്പോൾ തന്നെ ഈ പ്രാർത്ഥന ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമ്മുടെ കൂടെ സാമ്പത്തികമായ ആവശ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ട്. മാത്രമല്ല ശുശ്രൂഷയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരൊക്കെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഈ പ്രാർത്ഥന തടസ്സമില്ലാതെ ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മൾ ഈ പ്രാർത്ഥന ഓരോ ദിവസവും നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സ്വപ്നം ഇതാ, നാം ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ തന്നെ അവസാന വ്യക്തിയുടെയും കണ്ണുനീരിനെ യേശു തുടയ്ക്കണം. ആത്മഹത്യ ഇല്ലാത്തൊരു കേരളം,
ആത്മഹത്യ ഇല്ലാത്തൊരു ഇന്ത്യ ഉളവാകണം. അതിനുവേണ്ടി നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നമ്മൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയുടെ സാമ്പത്തിക ആവശ്യങ്ങളെ നമ്മളെ കഴിയുന്നത് പോലെ നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നു. അങ്ങനെ ഒന്നാമത്തെ ദിവസം മുതൽ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ കൂടെ നിന്നതുകൊണ്ട് ഇന്നും ഈ പ്രാർത്ഥന അനേകർക്ക് അത് അനുഗ്രഹമായി എത്തിച്ചേരുന്നത്. ഈ പ്രാർത്ഥന ഞങ്ങളോട് കൂടെ നിൽക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടും പ്രത്യേകം നന്ദി അറിയിക്കുമ്പോൾ, ഇന്നലെയും തൃശ്ശൂർ വന്ന കുടുംബാംഗങ്ങൾ അവരെ കഴിയുന്നത് പോലെയൊക്കെ ആ ശുശ്രൂഷയെ സഹായിച്ചു. ചില പ്രിയപ്പെട്ടവർ ആ ഹോളിൻ്റെ വാടക കൊടുക്കാൻ തയ്യാറായി. അതിനുള്ള പണം ഇന്നലെ അത് അവിടെ എത്തിക്കുവാൻ അവർ ചെയ്തു. മറ്റ് ചില പ്രിയപ്പെട്ട ആ കുടുംബയോഗങ്ങൾ നടക്കുന്നതിന് മുമ്പ് അവിടുത്തെ ക്രമീകരണങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്ക് അവിടെ ആവശ്യമായ ഓരോ കാര്യങ്ങൾ അവർ ക്രമപ്പെടുത്തി തരുന്നു. എല്ലാവരോടും നന്ദി പറയുമ്പോൾ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. പല പ്രിയപ്പെട്ടവർ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ, ഞങ്ങളെ എന്ത് ചെയ്യാൻ സാധിക്കും? പല പ്രിയപ്പെട്ടവരും അവർ അക്കൗണ്ട് ഡീറ്റെയിൽസും തിരക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സ്ക്രീനിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകി കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അതൊരു ഫോട്ടോ എടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യുക. ഇനി അതൊന്നും സാധിച്ചില്ല എങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു 7-8 മണിയൊക്കെ കഴിയുമ്പോൾ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആ QR കോഡ് സഹിതമുള്ളത് അല്ലെങ്കിൽ SMS ആയിട്ടൊക്കെ അയച്ചു കൊടുക്കാൻ നമുക്കത് സാധിക്കും. ഒന്നിച്ച് നമുക്ക് നിൽക്കാം. യേശു മറ്റുള്ളവരെ വിടുവിക്കുന്നത് നമുക്ക് ഒന്നിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. കർത്താവ് എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് വീണ്ടും ആ കുടുംബാംഗങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ അവസാന വ്യക്തിയുടെ കണ്ണുനീരിനെ യേശു തുടയ്ക്കട്ടെ. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആകാശത്തിന് കീഴിലുള്ള സകല കുടുംബങ്ങൾക്ക് വേണ്ടിയോ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കുടുംബത്തെയും അങ്ങ് സൗഖ്യമാക്കി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ കുടുംബത്തിൽ സമാധാനം നൽകണമേ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുടുംബജീവിതത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട മക്കളെ അങ്ങ് നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന കർത്താവെ, വീടില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുക. സ്വന്തമായിട്ടുള്ള ഭവനം അവർക്കുണ്ടാട്ടെ. വീടിൻ്റെ പണി തുടങ്ങിയവരുണ്ട്, അത് പൂർത്തീകരിക്കാൻ ദൈവം സഹായിക്കണമേ. ചോർന്നൊലിക്കുന്ന വീടുകളിൽ, ഇടിഞ്ഞു വീഴാറായ വീടുകളിലൊക്കെ താമസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. യേശുവെ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മഴയുടെ പ്രയാസങ്ങൾ, വെള്ളം കയറുന്ന മൂലം കർത്താവെ ബുദ്ധിമുട്ട് നേരിടുന്ന അനേകം വീടുകാരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവെ, ഓരോ ഭവനത്തെയും അങ്ങ് സഹായിക്കണമേ, ഓരോ കുടുംബത്തെ, ഓരോ വ്യക്തിയെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ്, ഈ പ്രാർത്ഥന ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും നിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ആവശ്യങ്ങളിൽ കർത്താവെ തന്ന പ്രിയപ്പെട്ടവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന കുടുംബാംഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരു പ്രതിഫലം കർത്താവെ ആ ഓരോ കുടുംബത്തിനും അവിടെ നിന്ന് നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, നാണക്കേടിൽ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാണക്കേടിന് പകരം ഇരട്ടി മാന്യത യേശുവിൻ്റെ നാമത്തിൽ അവർക്കുണ്ടാകട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തല ഉയർത്തുവാൻ കലയെ അവിടുന്ന് ഉയർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാന്യത അവർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവെ, അങ്ങ് ഞങ്ങളിൽ വസിച്ച് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് അങ്ങ് ഞങ്ങളെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, we just pray healing, health, restoration for each and every homes today, Lord. Lord, we bless each homes today, Lord God, with your food and water, Lord. We bless them, Lord Jesus. Lord God, we pray for your protection of each homes from this water sheddings, Lord God, water flooding the homes, Lord God Jesus. Lord God, I just pray, Lord, you shall protect each person, master of the house, Lord. We pray for sons and daughters. We pray for the grandsons and granddaughters also, Lord God. Lord Jesus, as they go to schools, colleges today, Lord God, protect them, we pray, oh Lord God. Lord, we just pray, Lord, wherever they go, your divine presence shall be with them. Lord, we pray for ones going for driving test today, Lord God. We pray for divine mercy, for your favor to be with them, O Lord God. Bless each and every family, we pray, Lord. All this we ask your holy name. Pray, amen.
ജീവനെ കാണും. ഓ, എൻ ജീവനെ കാണും. നീ വലിയതാണ്. എൻ ജീവനെ കാണും. ഓ, എൻ ജീവനെ കാണും. നീ വലിയതാണെനിക്ക്. സണ്ണിച്ചായ, ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമായി ആയിരിക്കുന്നു ആണ് എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. യെശയ്യാ പ്രവചനം 41 അധ്യായത്തിൻ്റെ 13 തിരുവെഴുത്ത് വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ഇത് ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 41 വേഴ്സ് നമ്പർ 13 says, "For I, the Lord your God, will hold your right hand, saying to you, fear not, I will help you." ഈ യേശു എത്ര നല്ലവൻ, എത്ര മതിയായവൻ. നമ്മൾ കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ചെറുതും വലുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക, സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക, സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക, പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇപ്പോൾ ഇൻറ്റേൺഷിപ്പിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അവരും അത് തീർന്നാൽ ഉടൻ നല്ല ജോലിയിലേക്ക് പ്രവേശിക്കണം. കർത്താവ് ഓരോരുത്തർക്കും ആവശ്യമായ നന്മകൾ നൽകി കൊടുക്കണം. നമ്മൾ ബൈബിൾ വായിക്കുന്നത് സണിച്ചായ ആവർത്തന പുസ്തകം 28 അധ്യായത്തിൻ്റെ 8 തിരുവെഴുത്തിൽ വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ, സൃഷ്ടിതാവാം കർത്താവ്. ആ വാക്ക് അർത്ഥമാകുന്നുള്ളൂ. സൃഷ്ടിതാവായ ദൈവം നിന്റെ കൈകൾ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ കടപ്പുറകളിൽ നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം. സോ ആദ്യം വരുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദെൻ പ്രൊസീഡ്സ് എവറി ഫ്രൂട്ട്ഫുൾനെസ് ഇൻ എവറി സെഗ്മെന്റ് ഓഫ് അവർ ലൈഫ്. ആദ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് നമുക്ക് പ്രിയങ്കളുടെ ഡയറിയെക്കുറിച്ചൊക്കെ സ്വീഡനിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമൊക്കെ അതത് രാജ്യക്കാരുടെ റിപ്പോർട്ടുകൾ ഇവിടെ വന്നുകൊണ്ട് ഇതൊക്കെ ആരവർക്ക് കൊണ്ട് കൊടുത്തു എന്നൊക്കെ ഓർക്കുന്നു. ഞാൻ കിട്ടുകയാണെങ്കിൽ അതെടുത്ത് വായിക്കാം. ഇപ്പം ഇന്നലെ വന്ന ഒരു മിസ്റ്റർ ഗംഗാധരൻ, ഒരു വെറ്ററനാണ്, അദ്ദേഹം അറിയിച്ചിരിക്കുന്ന കോഴിക്കോട് നിന്ന്, താങ്ക് യു, ഇഫ് യു ഗീവ് and display or QR code in the broadcast like many others, we may be able to support you easily. Kindly consider this request. ഗംഗാധരൻ സാറെ പ്രത്യേകം നന്ദി പറയുന്നു. അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല, അദ്ദേഹം നമ്മളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ കണ്ടിരിക്കുന്ന ഒരു വെർച്വലായിട്ടുള്ളൊരു പേഴ്സണെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ പങ്കാളിയാകാനുള്ള ആ ഒരു വലിയ ഹൃദയം നോക്കിക്കേ, അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല. ഇന്നലെ അദ്ദേഹം മെയിലായിട്ട് അറിയിക്കുന്ന താങ്ക് യു. ഈ സ്ക്രീനിൽ പ്രേയിങ് കേരളയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും QR കോഡും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു സഹായം അയക്കണമെങ്കിൽ അത് അയക്കാനായിട്ട് സാധിക്കും. എത്ര വലിയൊരു ഹൃദയമാണ്. മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടുക. ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്ന് ഇങ്ങനെ ഈ പ്രാർത്ഥന എത്തിച്ചു കൊടുക്കുമ്പോൾ, പരിചയപ്പെടുത്തുമ്പോൾ ഉള്ള പ്രയോജനം നോക്കണം. ഇവർ നേരിട്ട് കുടുംബയോഗത്തിന് വന്ന വ്യക്തി 7/6/2025 നമ്മൾ ഇവരെ നേരിട്ട് കണ്ടതാണ്. ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നു, വളരെ പ്രയാസം, നടക്കാനൊന്നും പറ്റാത്ത സ്ഥിതി. ഈ സന്ദർഭത്തിലാണ് മിസ്സസ് ഡോളി ഇവരോട് പ്രേയിങ് കേരളയെക്കുറിച്ച് ആരോ പറഞ്ഞു കൊടുത്തു. പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മീറ്റിങ്ങിന് വന്ന ഒരല്പ എണ്ണ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുത്തു വിട്ടു. അത് വീട്ടിൽ കൊണ്ടുപോയി ആ രോഗിയുടെ മേൽ തൊട്ട് നിരന്തരം പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ കൂടി എഴുന്നേറ്റ് നടക്കുന്നു. 1 കോടി രൂപയുടെ കടമുണ്ടായിരുന്നു, അത് വീട്ടാൻ ഒരു മാർഗവുമില്ല. പ്രേയിങ് കേരളയെ ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്ത് നോക്കിക്കേ, അത് മുഴുവൻ വീട്ടാൻ യേശു സഹായിച്ചു. അവർ നാട് വിട്ടു പോയെന്നോ നമ്മൾ പത്രങ്ങളിലൂടെ TV കൂടെ കേൾക്കുന്ന വാർത്തകളൊന്നും അല്ല കേൾക്കുന്നത്. അതിന് വിപരീതമായി യേശുവിൽ അർപ്പിച്ചപ്പോൾ, കരം പിടിക്കുന്ന യേശുവിൽ അർപ്പിച്ചപ്പോൾ അതിന് പ്രേയിങ് കേരള കുടുംബത്തെ അവർ കൂട്ടുപിടിച്ചു. തീർന്നില്ല, യേശുവിൻ്റെ നന്മ അനുഭവിക്കുന്നു അവർ. സണ്ണിച്ച ഈ അമ്മ ഈ ഒരു സാക്ഷ്യം വഹിക്കുന്നവർ തല കുനിഞ്ഞല്ല നടക്കുന്നത്, തല നിവർത്തിയല്ല നടക്കുന്നത്. ബൈബിൾ വ്യക്തമാണ്, ഉയർത്തുന്നവൻ. ലോർഡ് യു ആർ ദ ലിഫ്റ്റ്
Hallelujah. of my head. Hallelujah. Hallelujah. ഒന്നിച്ച് നമുക്ക് കരങ്ങളെ വിടർത്തി പറയണം, യേശുവേ അവിടുന്നാണ് എൻ്റെ തലയെ ഉയർത്തുന്നത്. കർത്താവെ അവിടുന്നാണ് എൻ്റെ തലയെ ഉയർത്തുന്നത്. യേശുവേ അവിടുന്നാണ് എൻ്റെ തലയെ ഉയർത്തുന്നത്. കർത്താവ് അവിടുന്ന് മാത്രമാണ് എൻ്റെ തലയെ ഉയർത്തുന്നത്. അടുക്കളയിലൂടെ പോകുമ്പോൾ, ജോലി സ്ഥലത്ത് പോകുമ്പോൾ, ബസ്സിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അല്ലേ, നമുക്ക് ഒന്നിച്ച് പറയണം, യേശുവേ അവിടുന്നാണ് എൻ്റെ തലയെ ഉയർത്തുന്നത്. കർത്താവെ അവിടുന്നാണ് എൻ്റെ തലയെ ഉയർത്തുന്നവൻ, അവിടുന്ന് മാത്രമാണ് എൻ്റെ രക്ഷകൻ. ഹല്ലേലൂയ. തീർന്നില്ല, ഇവർക്ക് ടാക്സിന്റെ ഒരു പ്രശ്നം വന്നു. അത് നോക്കിക്കേ, ടാക്സിന്റെ പ്രശ്നം വന്നു, അതും കോംപ്ലിക്കേറ്റഡ് ആയുള്ള ഒരു ഇഷ്യൂ ആയി മാറി. പ്രേയിങ്കള ചേർന്ന് പ്രാർത്ഥിച്ചു, അതും അനുകൂലമായി. നോക്കിയേ, ഏത് കാര്യത്തിലാണ് യേശു പ്രവർത്തിക്കാത്തത്? കോടിക്കണക്കിന് രൂപ ടാക്സിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒത്തിരി പേരുടെ ഇൻഡാസുകളുടെ വിവരങ്ങൾ പ്രേയിങ് കേരളയിൽ വരുന്നുണ്ട്. യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തികച്ചും പ്രതികൂലമായി നിന്ന ഓഫീസേഴ്സ് പോലും ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാടുകളെ പോലെയാണ് അവർ പിന്നീട് സമീപിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ പല വലിയ തുകയൊക്കെ കൈക്കൂലിയൊക്കെ ഡിമാൻഡ് ചെയ്തിരുന്നവർ ഒന്നും വേണ്ട, വളരെ അനുകൂലമായി അവർ ആ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തു, ആ മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ചു, സോർട്ട് ഔട്ട് ചെയ്തു. അതിൽ നിന്ന് ആ ഊരാക്കുടുക്കിൽ നിന്ന് ഒക്കെ മാറിപ്പോയി. നമുക്ക് ഇന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം. സണ്ണിച്ചായ ആ തിരുവെഴുത്ത് വായിക്കുന്നത് നമ്മുടെ കരം പിടിക്കുന്ന കർത്താവ്, ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കയ്യിൽ വരട്ടെ അല്ലേ. ആ പുസ്തകത്തിൽ നിന്ന് അത് അക്ഷരങ്ങളാണ്, അത് വ്യക്തിയായി നമ്മുടെ കരങ്ങളിൽ വരട്ടെ. നെഞ്ചിലോട്ട് അങ്ങോട്ട് ചേർത്ത് പിടിച്ചു. അതെ, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ, കർത്താവ് പറയുന്ന, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഇത് വടശ്ശേരിക്കരി എന്ന് മകൾ അറിയിച്ചിരിക്കുന്ന അപ്പച്ചന് ബ്രെയിനിലേക്കുള്ള ഞരമ്പിന് ബ്ലോക്കായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു രക്ഷപ്പെടില്ല, അപ്പച്ചനായി പ്രായമായി, ഇനി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അവർ ഒന്നും ചെയ്യാനും പറ്റിയില്ല. പ്രേയിങ്കലായി വിളിച്ച് പ്രാർത്ഥിച്ചു. ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് തളർന്നു പോകുമെന്ന് പറഞ്ഞ അപ്പച്ചൻ പൂർണ്ണ സൗഖ്യത്തോടെ എഴുന്നേറ്റ് നടക്കി. ഹല്ലേലൂയ. ഡോക്ടർ സെഡ് ഇറ്റ് ഈസ് എ മിറക്കിൾ. ഹല്ലേലൂയ. യേശു എത്ര നല്ലവൻ. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഒരാളുമായിട്ട് ഞാൻ പ്രത്യേകിച്ച് സംസാരിക്കുന്നുണ്ട്. 2002 ഭയങ്കര തികഞ്ഞ മദ്യപാനിയായ സണ്ണിയുടെ മകൻ്റെ ബർത്ത്ഡേ, കുഞ്ഞിൻ്റെ ആദ്യത്തെ കുട്ടിയുടെ. അപ്പം ഇവർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. മദ്യപിച്ച് അങ്ങേ അറ്റത്ത് വന്ന് എവിടെയോ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ആ സെലിബ്രേഷൻ്റെ സമയത്ത് കൂട്ടുകാർ പലരും ഇല്ലായിരുന്നു. പാതിരായ്ക്കുണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഈ ഉറങ്ങി ബോധമില്ലാതെ കിടക്കുന്ന സണ്ണിയെ കൂടെ ഓട്ടോയ്ക്കകത്ത് കയറ്റിയിട്ടിട്ട് വീണ്ടും ഇവർ മദ്യപിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ ഒരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ച് 2 പേർ ആ സ്പോട്ടിൽ മരിച്ചുപോയി. അപ്പം ഈ സണ്ണിയുടെ സ്ഥിതി എന്ന് പറയുന്നത് അവിടെ വെച്ച് തന്നെ അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് മാറി. കോട്ടയത്ത് ഒരു ആശുപത്രിയിൽ 34 ദിവസങ്ങൾ അബോധാവസ്ഥയിൽ കിടക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, എന്നെ അറിയാവുന്ന അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ പറഞ്ഞു, കോട്ടയത്തല്ലേ ഇത് സംഭവിച്ചിരിക്കുന്നത്, മാതാ ഹോസ്പിറ്റലിൽ. അപ്പം അവരുടെയും തുടക്ക സമയം. അപ്പോൾ അവിടെ കാണാനായിട്ട് വരണം. ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ വന്നു. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ വന്നു. നമ്മളൊന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ഈ വിവരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന രക്ഷപ്പെടത്തില്ല, 34 ദിവസം അബോധാവസ്ഥ കിടക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമല്ലേ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഉരുട്ടിയൊക്കെ വിട്ടു. പക്ഷേ സംഭവിച്ചതെന്നറിയോ, ആ പ്രാർത്ഥന തീർന്നപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പറയുക, ബ്രദറെ, എൻ്റെ ഭർത്താവിന് വേണ്ടി ആശുപത്രി വന്നൊന്ന് പ്രാർത്ഥിക്കണം. എന്നെ തല മുതൽ പാദം വരെ വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഇവരുടെ ഈ വിവരണം കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല. അങ്ങനൊരു സിറ്റുവേഷൻ. എന്താണെങ്കിലും ഞങ്ങൾ ആശുപത്രി പോയി സണിച്ച് ഡോക്ടർ അവിടോട്ട് കയറ്റത്തില്ല, കാരണം അദ്ദേഹം മരിച്ചു കിടക്കുക. നിങ്ങളിപ്പം വെറുതെ പോയിട്ട് ഇനിയിപ്പോൾ ഒരു 10-20 മിനിറ്റ് ഈ ഡോക്ടർ ഈ പേഷ്യൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ. അപ്പം നമ്മൾ ഈ രോഗിയെ കാണുന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ആ ഭാര്യയുടെ അന്ത്യ അഭിലാഷമല്ലേ. അവർ പറഞ്ഞ ഒരൊറ്റ വാക്കേ ഉള്ളൂ, എൻ്റെ ഭർത്താവ് ഈ സ്ഥിതിയിൽ നിന്ന് 100% ആരോഗ്യത്തോടെ വരുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. അവർ നേഴ്സും കൂടെ, ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുന്നൊരു നേഴ്സാണ്. അപ്പം സയൻസ് അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്യുക ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ 2 കൊച്ചു കുഞ്ഞുങ്ങൾ, 5 വയസ്സിൽ താഴെയുള്ള 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഇവർ അപ്പനില്ലാത്തവരായി വളരരുത്. എനിക്കിപ്പോഴും എൻ്റെ ചെവിയിൽ ആ ശബ്ദം ഇങ്ങനെ ഉണ്ട്, അപ്പനില്ലാത്ത കുട്ടികളാണ് എന്നാരും പറയരുത്. അതുകൊണ്ട് ഇദ്ദേഹം തളർന്ന് വീട്ടിൽ കിടന്നാലും കുഴപ്പമില്ല, ജീവനോടൊന്ന് കിട്ടിയാൽ മതി. ഈ വൈഫ് പറയുക. അപ്പം അവരെന്തുമാത്രം മുൻപോട്ട് ചിന്തിച്ചു
ചിന്തിച്ചു എന്ന് പറയും. എന്തായാലും ഞങ്ങൾ അവസാനം ഡോക്ടർ ആ മുറിയിൽ ഒന്ന് കയറി 1 മിനിറ്റ് കൊണ്ട് ഇറങ്ങി. ഞാൻ പറഞ്ഞു 30 സെക്കൻഡിന് ആവശ്യമുള്ളൂ. സണിച്ച സംഭവിച്ചതെന്നാ പറയും, ആ മുറിയിലോട്ട് കയറുമ്പോൾ ഞാൻ ആദ്യം ഒരു നേഴ്സ് കയറിപ്പോയി, പിന്നെ ലിസമ്മ അദ്ദേഹത്തിൻ്റെ വൈഫ് വന്നു, പിന്നെ ഏറ്റവും പുറകെ ഞാൻ. പക്ഷെ ഇവരെല്ലാം ഈ രംഗത്ത് ഇങ്ങനെയുള്ള കണ്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയുള്ളൊരു അവസ്ഥ കണ്ടിട്ടില്ല. ഞാൻ അങ്ങോട്ട് വെച്ച കാല് ഇങ്ങനെ പുറകോട്ട് വെച്ച് എന്നെ ആകെ അങ്ങ് വിറയ്ക്കുക. ഒരു പ്രാർത്ഥനയും വരുന്നില്ല, ഒരു വിശ്വാസവും വരുന്നില്ല. ഏതാണ്ടുണ്ടായിരുന്ന വിശ്വാസം അതും കൂടെ പോയി. കാരണം എല്ലാ മെഷീനുകളും കണക്ട് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ഇവിടെ കിടക്കുക. പക്ഷെ 30 സെക്കൻഡ്, എനിക്കറിയാം ഞാൻ പ്രാർത്ഥിച്ച ഒന്നും സംഭവിക്കത്തില്ലെന്ന്. പക്ഷേ ഈ ഭാര്യയുടെ തൃപ്തിക്ക് വേണ്ടി ഇവർക്കങ്ങ് ഭയങ്കര പ്രതീക്ഷ. ഞാനിപ്പോൾ ദൈവദൂതനായി, ഇപ്പോൾ ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇങ്ങനെ വിടുമെന്നൊക്കെയുള്ള പ്രതീക്ഷയില്ല ഇവർ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ നിസ്സഹായാവസ്ഥ അവർക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ നിസ്സഹായാവസ്ഥ അവർ എന്തും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. ഞാൻ എൻ്റെ വായിൽ അറിയാതെ വാക്യം ഇങ്ങനെ പെട്ടെന്ന് വരിക. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മേൽ ഒന്ന് കൈ തൊട്ടിട്ട് പറഞ്ഞു, യേശുവിൻ നാമത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജീവിക്കുക എന്ന് പറയുകയും അദ്ദേഹം എന്നൊരു സൗണ്ട് ഉണ്ടാക്കി. ഈ 34 ദിവസങ്ങളിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ നേഴ്സില്ലേ, ഈ ഹോസ്പിറ്റലിലെ നേഴ്സില്ലേ, ആ കൊച്ച് പെട്ടെന്ന് ചാടി ഓടി ഡോക്ടറെ വിളിക്കാൻ പോയി. അപ്പം ഞാൻ ഭാര്യയോട് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ പേരെന്താ? എന്നോട് പേര് പറഞ്ഞിരുന്നു, പക്ഷേ ഈ വെപ്രാളത്തിൽ ഞാൻ പേര് പോലും മറന്നുപോയി, ഈ ഭയം നിറഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷനിൽ. അപ്പം ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, സണ്ണി യേശുവിൻ നാമത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ കാലും കൈയും ഒക്കെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു പൊസിഷനിലായിപ്പോൾ അവർക്ക് നേരെയാക്കാൻ പറ്റിയിട്ടില്ല. സണ്ണിച്ചായ വിശ്വസിക്കത്തില്ല, ആ വളഞ്ഞിരുന്ന കാലങ്ങ് നിവർന്നു. അന്ന് 4 മണിക്കുള്ളിൽ അവരുടെ ബാഗ്, അദ്ദേഹത്തിന്റെ ബാഗ് തൂക്കിക്കൊണ്ട് വീട്ടിൽ പോയി. ഇവർ ഇംഗ്ലണ്ടിലാ. സണ്ണി ഇംഗ്ലണ്ടിൽ പോയി. ഇംഗ്ലണ്ടിലെ മെഡിക്കൽ സയൻസ് പറഞ്ഞ് ഇദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. സണ്ണി ജോലിക്ക് പോയി. ആദ്യം കിട്ടിയ 100 പൗണ്ട് അന്ന് കോട്ടയത്ത് നമുക്ക് അയച്ചു തന്നു. ബ്രെയിൻ കേരള അന്നില്ല. പക്ഷേ നമ്മളത് വേറൊരു ശുശ്രൂഷയ്ക്ക് അത് കൊടുക്കുകയും ചെയ്തു. നൗ ശ്രദ്ധിക്കുക, ഇന്നലെ സണ്ണി എന്നെ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രദറിന് സൗഖ്യമില്ലാതെ അമേരിക്കയിലേക്ക് പോയതാണ്. അവിടെ വെച്ച് തലയ്ക്കകത്ത് രക്തം കട്ട പിടിക്കുകയോ ബ്ലീഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തു. അബോധാവസ്ഥയിലേക്ക് മാറി. 19-20 ദിവസമായുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അപ്പം ഞാൻ ഇന്നലെ സണ്ണിയോട് പറഞ്ഞത്, വെന്റിലേറ്ററിൽ കിടക്കുന്നതിന് ഡോക്ടറേറ്റ് എടുത്തു, അബോധാവസ്ഥയിൽ കിടക്കുന്നതിന് ഡോക്ടറേറ്റ് എടുത്ത സണ്ണിയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇപ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് അനുഗ്രഹിച്ച് ഇത് 2002 സണ്ണിക്ക് എല്ലാ ജോലിയും ചെയ്യാം, എല്ലാ ആഹാരവും കഴിക്കാം, ഒരു പഥ്യവുമില്ല, എവിടെയും പോകാം. ആ സണ്ണി അമേരിക്കയിൽ പോയി, ഫാമിലിയായിട്ട് പോയി. സണ്ണി കോട്ടയത്ത് വന്നു, എത്രയോ പ്രാവശ്യം വന്നു. പഴയ വീട് വിറ്റു, പുതിയ വീട് വാങ്ങിച്ചു, അതിനകത്ത് കയറി താമസിക്കുന്നു. വേറെ കുറേ വസ്തു വിൽക്കാനുണ്ടായിരുന്നു. ഇതിനെല്ലാം സണ്ണിയായി ഓടി നടക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു എത്ര നല്ലവൻ. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു വിഷയം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോലും പ്രവർത്തിക്കുന്ന യേശു. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസം എനിക്ക് വേണം, പക്ഷേ അതില്ലെങ്കിൽ പോലും പ്രവർത്തിക്കുന്ന. അന്ന് സാക്ഷ്യം പറഞ്ഞപ്പോഴേ ഞാൻ ഇപ്പോഴും സാമ്പ്ര പറഞ്ഞ ഒരു വേർഡ് ഓർക്കുന്നുണ്ട്. ഇത് എബ്രായർ 11:35, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ അർത്ഥം മരിച്ചുപോയവർക്ക് വേണ്ടി അവർ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ ജീവനുള്ളവരായി തിരികെ കിട്ടി. ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്ന് സ്വീകരിച്ചു എന്ന അർത്ഥത്തിലല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു ഫിക്ഷൻ അല്ലിത്. ഇതൊരു ഭാവനാ ലോകത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു നോവലോ ഒരു കഥയോ അല്ലിത്. ഇറ്റ്സ് റിയാലിറ്റി, ഇറ്റ്സ് എ പ്രൂവൻ ഫാക്ട്. ഇന്ന് ഈ യേശു എത്ര നല്ലവൻ, എത്ര മതിയായവൻ. സണിച്ചായ ഇവരുടെ സ്ഥിതി നോക്കി. ഇവർ വീട് പൂർത്തിയായി, പ്രൈങ്കേള ചേർന്ന് പ്രാർത്ഥിച്ചു, നല്ല വീട് പൂർത്തീകരിച്ചു, അതിൽ താമസമായി. ഇവരുടെ സ്ഥിതി ഈ പ്രൈങ്കേളയിൽ 17/6/2025 വന്നത് വീട് പൂർത്തിയായി. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇതിനകത്ത് കയറി താമസിക്കാൻ പറ്റത്തില്ല. ആരൊക്കെയോ പറഞ്ഞിരിക്കുകയാണ് അവിടെ എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. നോക്കൂ, ഒരു കൂട്ടർ പറയുന്നു വീടില്ലാതിരുന്നു, പ്രൈങ്കേള ചേർന്ന് പ്രാർത്ഥിച്ചു, വീട് വെച്ചു, കയറി താമസിക്കുന്നു. 7/6/2025 17/6/2020 17/6/2025 വീട് തീർന്നു കിടക്കുകയാണ്. പക്ഷെ കയറി താമസിക്കാൻ പറ്റത്തില്ല. ഇന്ന് കയറണം. അതിനുള്ള മാർഗം ഇപ്പോൾ പറഞ്ഞു തരാം.
തരാം. മകൾക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിച്ചു. മകൾക്ക് അയർലൻഡിൽ ജോലി കിട്ടി. ഒരു വീടില്ലായിരുന്നു. പ്രേം കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. വീടിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവിന് നന്ദി അറിയിക്കുന്നു. നോക്കിയാൽ യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. Praying Kerala is all about a God who is on your side, fighting your battles. Hallelujah. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ കരം പിടിക്കുന്ന ആ യേശു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. നാളെ കട്ടപ്പനയിൽ കുടുംബയോഗം നടക്കുക. ലയൺസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച പ്രേംകലിൻ്റെ കുടുംബയോഗം നടക്കുക. ഇന്നലെ തൃശ്ശൂരുണ്ടായിരുന്നു. അനേക പ്രിയപ്പെട്ടവർ ചേർന്ന് പ്രാർത്ഥിക്കേണ്ടതിന് അവിടെ എത്തിച്ചേർന്നു. 21-ാം തീയതി കട്ടപ്പന ലയൺസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ 1 മണി മുതൽ 4 മണി വരെയുള്ള സമയം, 1 മണിക്ക് മുൻപ് ഞങ്ങൾ അവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം കാരണം മഴയുള്ള സമയമോ, നേരത്തെ എത്തുക, നേരത്തെ പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകാം. ഞങ്ങൾക്കും തിരിച്ച് കോട്ടയത്ത് എത്തേണ്ടതാണല്ലോ. 28-ാം തീയതി ചെന്നൈ YMCA റിതർട്ടൺ റോഡിലുള്ള ചെന്നൈ YMCA വെച്ച് പ്രേം കേരളയുടെ കുടുംബയോഗം ഉണ്ടാകും. ഞങ്ങൾ പക്ഷേ 25-ാം തീയതി തന്നെ ചെന്നൈയിൽ എത്തിച്ചേരും. 2-3 ദിവസങ്ങൾ ചെന്നൈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ അവിടെ ഉണ്ടാകും. 26, 27, 28 3 ദിവസങ്ങൾ പ്രേം കേരള ടീം ഞങ്ങൾ അവിടെ ഉണ്ടാകും, ചെന്നൈയിലുണ്ടാകും. അനേകം പ്രിയപ്പെട്ടവർ, ഒത്തിരി വിശാലമായ ഒരു പട്ടണമായതുകൊണ്ട് ഒരു സ്ഥലത്ത് മാത്രം എത്തിച്ചേരാൻ പറ്റത്തില്ല. ചിലരൊക്കെ സുഖമില്ലാതെ കിടക്കുന്നു. ഇന്നലെ 9 വർഷമായി തളർന്നു പോയ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാൻ എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാമോ അതൊക്കെ ചെയ്യണം. ഇന്നലെ സൂരജ് പറഞ്ഞൊരു കാര്യം സന്നിച്ച, ഇതുമായി ബന്ധപ്പെട്ട് സൂരജിൻ്റെ അമ്മ പ്രേംകല ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 5 പൊതി ഉണ്ടാക്കിയിട്ട് ഭക്ഷണമില്ലാത്തവർക്ക് കൊല്ലം ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്, അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ സൂരജിൻ്റെ അമ്മ അവരെ പോയി തപ്പി കണ്ടുപിടിച്ചിട്ട് ആ ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുത്തു. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 5 എന്നുള്ളത് 10 ആയി. ഇന്നലെ സൂരജ് പറയുക 30 പൊതികൾ ഇപ്പോൾ ഉണ്ടാക്കി ആളുകൾക്ക് കൊണ്ട് കൊടുക്കുക. ദൈവമേ, നോക്കിയേ, അവരൊരു സംഘടനയ്ക്ക് വേണ്ടി കാത്തിരുന്നില്ല, പ്രേം കേരളയ്ക്ക് വേണ്ടി കാത്തിരുന്നില്ല. കൺമുൻപാകെ കിട്ടുന്ന അവസരങ്ങൾ അവർ പ്രയോജനപ്പെടുത്തുക. ദൈവമേ, എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്കും അനുഗ്രഹമാക്കണമേ. എത്രയോ കുട്ടികൾ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നു. നമുക്ക് ഒരു ഓർഗനൈസേഷൻ വഴി കൊടുക്കുന്നത് നല്ലതായിരിക്കും, പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കേണ്ട, കൈ നീട്ടിയാൽ അവരുടെ കയ്യിൽ ചെല്ലും. ആ പണം അവർക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലേ? ആ രോഗിയുടെ ബില്ലടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ആശുപത്രിയിൽ കുഴയുന്നത് നമുക്കറിയാം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്തു കൊടുക്കുക. അത് നമുക്ക് അനുഗ്രഹമാണ്. ഒരു വാതിലും ദൈവം അടയ്ക്കത്തില്ല, ഒരു വഴിയും ദൈവം അടയ്ക്കത്തില്ല. ലോകം മുഴുവൻ കർത്താവ് തുറന്നു തരും. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഗിവിങ് എന്ന ആ ഒരു ആശയം ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അത് ദൈവം വെറുതെ ബൈബിളിനകത്ത് കൊണ്ടുവന്നതല്ല. നമ്പർ 1, ഗോഡ് ഗീവ്സ്. ആ സ്വഭാവം തന്നെ നോക്കിയേ, ഗോഡ് ഗീവ്സ്. അത് ഇന്ന മാസം ഇത്രാം തീയതി എന്നില്ല, ഹി ഗീവ്സ് ഓൾവേസ്. യേശു എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന കർത്താവ്. അവൻ പുരുഷാരത്തെ കണ്ട് അവൻ രോഗികളെ സൗഖ്യം വേണ്ടിയവർക്ക് സൗഖ്യം, രക്ഷ വേണ്ടിയവർക്ക് രക്ഷ, ഭക്ഷണം വേണ്ടിയവർക്ക് ഭക്ഷണം, എന്തെല്ലാമായി തീരണമോ അതെല്ലാം യേശു അവർക്ക് വേണ്ടി. ജീസസ് ബിക്കംസ് ദ ടോട്ടൽ solution for the human race. യേശു അത്ര എനിക്ക് എല്ലാത്തിനും എല്ലാം ആവുന്നു കർത്താവിന്റെ വചനം പറയുന്നത്. എല്ലാം കർത്താവ് തന്നെയാണ്. സക്കായൂസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ രക്ഷയാണെന്ന് അവിടെ ഇല്ലാതിരുന്ന, പണമുണ്ട്, വീടുണ്ട്, പ്രതാപമുണ്ട്, വലിയ വണ്ടികളൊക്കെ അവിടെ ഉണ്ട്, പക്ഷെങ്കിൽ ഇല്ലാതിരുന്ന രക്ഷയായിരുന്നു. യേശു അവർക്ക് രക്ഷ അവിടെ നൽകി കൊടുത്തു. അതേസമയം രോഗികളെ കണ്ടപ്പോൾ യേശു അവർക്ക് സൗഖ്യം നൽകി കൊടുത്തു, അല്ലേ? ടാക്സ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിച്ചവനോട് പറഞ്ഞു, വിഷമിക്കണ്ട, നീ പോയിട്ടൊരു ചൂണ്ടയിട്, ആ മത്സ്യത്തിൻ്റെ വായ്ക്കകത്തിരിക്കുന്ന പണം എടുത്തുകൊണ്ടുപോയി നീ ടാക്സ് ഇടും. ഓരോരുത്തർക്കും അവരുടെ ആവശ്യങ്ങളിൽ യേശു അതായി മാറി. Jesus became the total solution for every person. So നമുക്ക് praying Kerala worldwide family, each one of us will become an answer to somebody's cry today. മറ്റുള്ളവരുടെ കരച്ചിലിന്, വേദനയ്ക്ക്, നിസ്സഹായതയ്ക്ക് യേശുവേ praying Kerala 4007ാമത്തെ ദിവസം എന്നെ
കരം പിടിച്ച് നടത്തുന്ന യേശുവിനാൽ ഒരു മറുപടിയായി തീരുവാൻ എന്നെ സഹോദരൻ്റെ മകൻ ഡേവിഡ് ശ്വാസകോശത്തിൽ ക്യാൻസർ, ക്രിട്ടിക്കൽ സ്റ്റേജ്, കോമ സ്റ്റേജ്, അബോധാവസ്ഥ. മേരി ഇടുക്കിയിൽ നിന്ന് അറിയിക്കുന്ന കസിൻ ബിജു 50 വയസ്സ്, ക്രിയാറ്റിൻ ഹൈ, ചലനശേഷിയില്ല, വെന്റിലേറ്ററിൻ്റെ സഹായത്തിലായിരിക്കുന്ന വിവരം ജോർജ് വയനാട് നിന്ന് അറിയിക്കുന്നു. കല ഇടുക്കിയിൽ നിന്ന് അറിയിക്കുന്ന സഹോദരിയുടെ മകൾ അനീഷ് 8 മാസം ക്യാരിങ് പ്രഗ്നൻ്റ് ആണ്, കുട്ടിക്ക് നീല കളർ, ഫ്ലൂയിഡ് കുറവ്, കുട്ടിയെ കിട്ടില്ലെന്ന് ഡോക്ടേഴ്സ്. സഹോദരൻ പിയു 58 വയസ്സ്, ഇന്നലെ വീണു, തലയ്ക്ക് പരിക്ക്, വെന്റിലേറ്റർ ആയിരിക്കുന്നു. ഒന്നിച്ച് പ്രാർത്ഥിക്കണം. കൂട്ടുകാരുടെ മകൻ പാൻക്രിയാസിൽ മുഴ, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടേഴ്സ്. മഞ്ജു കോട്ടയത്ത് അറിയിക്കുന്നു. സഹോദരി വത്സല 42 വയസ്സ്, യൂട്രസ് റിമൂവ് ചെയ്യുന്നു, ഓപ്പറേഷൻ ഇന്ന് നടക്കുന്നു. വെസ്ലി ട്രിവാൻഡ്രത്ത് നിന്ന് ക്യാൻസറിൻ്റെ ഒത്തിരി നിരകളാണ് നമുക്ക് വരുന്നത്, ആക്സിഡൻറ്റുകൾ. ഈ പകൽ ചേർന്ന് പ്രാർത്ഥിക്കണം. ആ ഡയറിയിൽ എഴുതി വെച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ. ആ കർഷകർ, അത് ഏലമാകട്ടെ, കാപ്പിയാകട്ടെ, ആ കറുവപ്പട്ടയാകട്ടെ, ഇഞ്ചിയാകട്ടെ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നു അവിടെ എല്ലാം ദൈവത്തിന് അനുഗ്രഹം. ആ ചെറുതും വലുതുമായ ബിസിനസ്സുകൾ, പുതിയ ബിസിനസ് പ്രോജക്റ്റുകൾ, ആ ഫയലുകൾ, ആ ഐഡിയാസ് ഒക്കെ ദൈവകരങ്ങളിലേക്ക് അർപ്പിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ വിടുതലും നിറവും ആ രോഗിയുടെ മേൽ ഓരോ കുടുംബത്തിലുണ്ടാകേണ്ടതിന് ഒന്നിച്ച് നാം പ്രാർത്ഥിക്കും. കർത്താവെ കയ്യിലിരിക്കുന്ന എണ്ണയും വെള്ളവും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് പുരട്ടുമ്പോൾ അത് കുടിക്കുമ്പോൾ ദൈവിക സമൃദ്ധി, ദൈവിക ആരോഗ്യം ഉണ്ടാകട്ടെ. സകല രോഗികളെയും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്ന കയ്യിലിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് ഡയറി എഴുതി വെച്ചിരിക്കുന്നത്, സർട്ടിഫിക്കറ്റ്സ്, പാസ്പോർട്ട് എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സിനിമ നാളെ നമ്മുടെ കുടുംബയോഗം കട്ടപ്പന ടൗണിൽ തന്നെയുള്ള ലയൺസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ 1 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് നടക്കുന്നുണ്ട്. എത്രയും നേരത്തെ എത്തിച്ചേരുക. മഴയുടെ സമയമാണ്. അപ്പോൾ വേഗം പ്രാർത്ഥിച്ച് നമുക്ക് ഓരോരുത്തരെ അയക്കാൻ സാധിക്കും. അവിടെ തന്നെ പ്രേം കേരള കുടുംബ അംഗങ്ങൾ എത്തിച്ചേരുന്നതിൻ്റെ എണ്ണം വളരെയധികമായി കൂടിക്കൊണ്ടുവരിക്കുന്നു. ഓരോ കുടുംബയോഗങ്ങളിലും യേശുവിൻ്റെ നിറവും നന്മയും അനുഭവിക്കുന്നു. ഇന്ന് 11 മണി മുതൽ 12:30 വരെയുള്ള സമയത്ത് 100-ൽ അവസാനിക്കുന്ന നമ്പറിൽ ഞാൻ കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കായിട്ട് ഫോൺ എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട്, അത് മീറ്റിങ്ങിന് വരുന്നവരല്ല, അല്ലാത്ത പ്രിയപ്പെട്ടവർ കൂടെ ഒരു അവസരം, സ്ഥിരമായിട്ട് വിളിക്കുന്നവരല്ല, അല്ലാത്തവർക്കും കൂടെ ഒരു അവസരം കൊടുക്കാം. 11 to 12:30 ആ 100-ൽ അവസാനിക്കുന്ന നമ്പറിൽ ഞാൻ ഉണ്ടാകും. സിനുവതരെ ഇന്ന് ബർത്ത്ഡേസ് ഉള്ളവരില്ലേ സിനുവതരെ? ഉണ്ട് സാമ്പ്രദായ. അനേകം പ്രിയപ്പെട്ടവരുടെ വിവരങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇത് റീന റെജി വാട്സാപ്പിൽ അറിയിച്ചിരിക്കുന്ന ഇന്ന് 46ാമത്തെ ബർത്ത്ഡേ ആണ്. റെജി യൂട്യൂബിലൂടെ അറിയിച്ചിരിക്കുന്ന ഇന്ന് പേരൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. മിനു ഷിബു ചെറിയാൻ വാട്സാപ്പിൽ അറിയിച്ചിരിക്കുന്നത് അമ്മ ഏലിയാമ്മ ജോണിൻ്റെ 80ാമത്തെ ബർത്ത്ഡേ ആണ്. ഷീജ കായംകുളത്ത് നിന്ന് അറിയിക്കുന്ന കൊച്ചുമകൻ സഞ്ജയിൻ്റെ 7th ബർത്ത്ഡേ ആണ്. വത്സമാണ്ടൂരിൽ നിന്ന് അറിയിക്കുന്ന കൊച്ചുമകൻ ഇമ്മാനുവലിൻ്റെ ബർത്ത്ഡേ ആണ്. ഇത് കെസി സാംസൺ കുന്നംകുളത്ത് നിന്ന് അറിയിക്കുന്ന 65ാമത്തെ ബർത്ത്ഡേ. പൊടിമോൾ അഞ്ചലിൽ നിന്ന് അറിയിക്കുന്ന മരുമകൾ നിയയുടെ ബർത്ത്ഡേ ആണ്. ബീന മുണ്ടക്കയിൽ നിന്ന് അറിയിക്കുന്ന മകൻ നിഷാലിൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് നമുക്ക് പേരുകൾ പറഞ്ഞാലും ഇല്ലെങ്കിലും താങ്കളെ ഓർത്ത്, ഓരോരുത്തരെയും ഓർത്ത് ദൈവം സന്തോഷിക്കുന്നു. അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നാളത്തെ കുടുംബയോഗത്തിന് വേണ്ടി ഇപ്പോഴേ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവിടെ എത്തണം. എല്ലാവരും പ്രാർത്ഥിക്കണം. അനുഗ്രഹം ഓരോ വിഷയത്തിനും മറുപടി ഉണ്ടാകട്ടെ. അടുത്ത ശനിയാഴ്ച ചെന്നൈ റിതർട്ടൺ റോഡിലുള്ള YMCAയിൽ വെച്ച് പ്രേം കേരള കുടുംബയോഗം നടക്കുന്നുണ്ട്. 28-ാം തീയതി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. എല്ലായിടത്തും ദൈവത്തിൻ്റെ നിറവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. കൈകളുടെ പ്രവൃത്തികൾ സാധ്യമാകട്ടെ. ഇന്നത്തെ ജീവിതം ധന്യമാകട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് ബർത്ത്ഡേ വെഡിങ് എല്ലാവരും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദിവസത്തിൽ കർത്താവേ അങ്ങയുടെ എല്ലാ അനുഗ്രഹവും നന്മയും നിറവും എല്ലാവരുടെ മേലും അങ്ങ് നൽകി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് പ്രേം കേരളയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് വ്യക്തികളുടെ വിവരങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ഒക്കെ അനുഗ്രഹിക്കുന്നു. സമാധാനം, സന്തോഷവും വിടുതലും യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. Beloved, all of us are born and created to be winners always in Jesus. എന്നും യേശുവിൽ വിജയാളികളാകുവാൻ നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ചേർന്ന് ഉറക്കെ പാടുമ്പോൾ